ഹായ് മക്കളെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്ന ഒരു വലിയ ചാപ്റ്ററാണ്. കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്ന ചാപ്റ്ററിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് എടുത്തു നോക്കുക. അതിൻ്റെ 75% ക്വസ്റ്റ്യൻസും ഹൈബ്രിഡൈസേഷൻ, അതുപോലെ VSEPR തിയറി, മോളിക്കുലാർ ഓർബിറ്റൽ തിയറി, ഈ 3 ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ VSEPR തിയറിയിലൂടെ തന്നെയാണ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അതുപോലെ ഒരു മോളിക്യൂളിൻ്റെ ഷേപ്പ്, അതിൻ്റെ ജോമെട്രി, അതിൻ്റെ ബോണ്ട് ആംഗിൾ, അതുപോലെ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി പ്രകാരം അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ബോണ്ട് ഓർഡർ, പാരാമാഗ്നറ്റിക് ആൻഡ് ഡയാമാഗ്നറ്റിക് നേച്ചർ എല്ലാം ആ ഒരു 3 ടോപ്പിക്കിൽ ഇൻക്ലൂഡഡ് ആണ്. ആ ടോപ്പിക്ക് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അത് വളരെ ഡീപ്പായിട്ട് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അത് നിങ്ങൾ ഒരുപാട് തപ്പിയിട്ട് ബുദ്ധിമുട്ടണ്ട. ഞാൻ ആ പോർഷൻ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാൻ സൂചന തരാം. ആ സമയത്ത് നമ്മൾ അതിൻ്റെ ഐ ബട്ടണിൽ ആ വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന പോലെ തന്നെ ആ വീഡിയോസ് എല്ലാം കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനത്തിലുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ നിങ്ങൾ കാണേണ്ടതുള്ളൂ. എങ്കിലേ ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾക്കറിയാം, ഇതിൽ ആദ്യം നമ്മൾ പഠിക്കാനുള്ളത് ഒക്റ്ററ്റ് റൂളാണ്. എടാ, ഒക്റ്ററ്റ് റൂളിനെ കണ്ടെത്തിയ സയൻറ്റിസ്റ്റുകളുടെ പേര് കാണാതെ പഠിച്ചു വെച്ചോളൂ. ലൂയിസ് ആൻഡ് കൊസൽ എന്നു പേരുള്ള 2 പേരാണ്. ഇതാ, ഒരുത്തൻ്റെ പേര് കൊസൽ, മറ്റൊരുത്തൻ്റെ പേര് ലൂയിസ്. ഈ 2 പേരും കൂടി ചേർന്നാണ് ഒക്റ്ററ്റ് റൂൾ ഉണ്ടാക്കുന്നത്. എന്താണ് ഒക്റ്ററ്റ് റൂൾ എന്ന് നിങ്ങൾക്കറിയാം. അതറിഞ്ഞില്ലെങ്കിലും പ്രശ്നമില്ല. കാര്യം എൻട്രൻസിന് എന്താണ് ഒക്റ്ററ്റ് റൂൾ എന്നൊരു ക്വസ്റ്റ്യൻ വരില്ല. എന്നാലും ഒരു സന്തോഷത്തിന്, ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, ഏതൊരു ആറ്റവും കെമിക്കൽ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നത് ഇൻ ഓർഡർ ടു ഹാവ് 8 ഇലക്ട്രോൺസ് ഇൻ ഇറ്റ്സ് വാലൻസ് ഷെൽ, അതിൻ്റെ വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ ആവാൻ വേണ്ടിയാണ് എന്നതാണ് ഒക്റ്ററ്റ് റൂൾ. അതിൽ നിന്ന് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളതാണ് ഇത് അതിൻ്റെ ലിമിറ്റേഷൻസ്, ഒക്റ്ററ്റ് റൂളിൻ്റെ ലിമിറ്റേഷൻസ്, ഒക്റ്ററ്റ് റൂളിൻ്റെ പോരായ്മകൾ, ഡ്രോബാക്കുകൾ. എടാ മോനെ, ഒന്നാമത്തതാണ് ഇൻകംപ്ലീറ്റ് ഒക്റ്ററ്റ്. ചില മോളിക്യൂളുകളുണ്ട്, ആ മോളിക്യൂളുകൾ കെമിക്കൽ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും അതിലെ സെൻട്രൽ ആറ്റത്തിന് 8 ഇലക്ട്രോണുകൾ ആവുന്നില്ല. 8ൻ്റെ താഴെയാണ് അതിൻ്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരുന്നതെങ്കിൽ ഇൻകംപ്ലീറ്റ് ഒക്റ്ററ്റ്, അല്ലെങ്കിൽ അതിനെ ഹൈപ്പോവാലൻ്റ് കോമ്പൗണ്ട് എന്ന് പേര് വിളിക്കും. എന്താ പേര് വിളിക്കുക? ഹൈപ്പോവാലൻ്റ് കോമ്പൗണ്ട്. ഇനി അതുമല്ലെങ്കിൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് സ്പീഷീസ് എന്നും പേര് വിളിക്കും. ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് സ്പീഷീസ്, ഇതെല്ലാം അതിൻ്റെ മറ്റു പേരുകളാണ്. ഓർത്ത് വെച്ചോളണേ. ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. BeCl2, അതുപോലെ AlCl3, അതുപോലെ BF3. പഠിക്കണേ, മറക്കരുതേ ഈ കാണുന്ന ആളുകളെല്ലാം. പിന്നെ FeCl3. അങ്ങനെ നമ്മൾ കോമൺ ആയിട്ട് ഞാൻ അതിനൊരു കാര്യം പറഞ്ഞുതരാം, ലൂയിസ് ആസിഡ്സ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇക്വിലിബ്രിയം എന്നൊരു ചാപ്റ്റർ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിലുള്ള ലൂയിസ് ആസിഡുകളുടെയൊക്കെ എക്സാമ്പിൾസ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അവരെല്ലാവരും ഇൻകംപ്ലീറ്റ് ഒക്റ്ററ്റ് ആണ് എന്നൊന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്തത് ലിമിറ്റേഷൻ നമ്പർ 2 ആണ്, സൂപ്പർ ഒക്റ്ററ്റിവിറ്റി. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് നിങ്ങൾക്കറിയാലോ. സൂപ്പർ ഒക്റ്ററ്റിവിറ്റി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അല്ലെങ്കിൽ അതിനെ ഹൈപ്പർ ഒക്റ്ററ്റിവിറ്റി എന്ന് പേര് വിളിക്കും. ഹൈപ്പർ ഒക്റ്ററ്റിവിറ്റി. അതും അല്ലെങ്കിൽ അതിനെ എക്സ്പാൻഡഡ് ഒക്റ്ററ്റ് എന്നും പേര് വിളിക്കും. എക്സ്പാൻഡഡ് ഒക്റ്ററ്റ് എന്ന് പേര് വിളിക്കും. ഓക്കെ, എക്സ്പാൻഡഡ് ഒക്റ്ററ്റ്. കുഞ്ഞുങ്ങളെ, എന്തായിരിക്കും സൂപ്പർ ഒക്റ്ററ്റിവിറ്റി എന്ന് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാകും. എന്താണത്? ഒരു ആറ്റം കെമിക്കൽ ബോണ്ടിങ്ങിൽ പങ്കെടുത്ത് കഴിഞ്ഞപ്പോൾ അതിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 8നേക്കാൾ കൂടുതലായിപ്പോയി. 8നേക്കാൾ കൂടുതലാവുകയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് സൂപ്പർ ഒക്റ്ററ്റിവിറ്റി. അതിനുള്ള എക്സാമ്പിൾസും ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമനാണ് PCl5, എപ്പോഴും കാണുന്ന ആളാണ്. വേറൊരാളാണ് SF6, വേറൊരാളാണ് H2SO4. പിന്നെ നിങ്ങൾ കോമൺ ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഓൾ കോമ്പൗണ്ട്സ് ഓഫ് നോബിൾ ഗ്യാസ്. ചില നോബിൾ ഗ്യാസുകൾ കോമ്പൗണ്ട് ഫോർമേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ XeF2, അതുപോലെ വേറൊരു എക്സാമ്പിളാണ് KrF4. കണ്ടോ, ഇവിടെ സെനോൺ ആണ്, ഇവിടെ ക്രിപ്റ്റോൺ ആണ്. ഇവരൊക്കെ നോബിൾ ഗ്യാസുകളാണല്ലോ. അപ്പോൾ നോബിൾ ഗ്യാസുകൾ ഇനി ഒരു ബോണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഉറപ്പായും അവരെല്ലാവരും സൂപ്പർ ഒക്റ്ററ്റ് കോമ്പൗണ്ടുകളായിരിക്കും, അല്ലെങ്കിൽ ഹൈപ്പർ ഒക്റ്ററ്റ് കോമ്പൗണ്ടുകളായിരിക്കും എന്നൊന്ന് ഓർത്ത് വെച്ചേക്കുക. മൂന്നാമത്തതാണടാ ഓഡ് ഇലക്ട്രോൺ സ്പീഷീസ്. ഓഡ് ഇലക്ട്രോൺ സ്പീഷീസിൽ 2 എക്സാമ്പിളേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഫസ്റ്റ് വൺ NO, സെക്കൻഡ് വൺ NO2. മരിച്ചാലും മറക്കരുത്, NOയും ഉണ്ട് NO2 ഉണ്ട്. രണ്ടിലും ഓഡ് ഇലക്ട്രോണുകളുമുണ്ട്.
ക്ലിയർ അല്ലേടാ? ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് എടാ ബോണ്ട് പാരാമീറ്റേഴ്സ് ആണ്. ബോണ്ട് പാരാമീറ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോണ്ട് പാരാമീറ്റേഴ്സ് നിങ്ങൾക്കറിയാം. അതിൽ കുറേ കാര്യങ്ങളൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ആവശ്യമുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് ബോണ്ട് ഓർഡറാണ്. ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. എടാ ഇങ്ങനെ ഒരു ആളെ നോക്കിക്കേ, ബി എന്ന് പറയുന്ന ആൾ, സി എന്ന് പറയുന്ന ആൾ, ഇങ്ങനെ ഒരാളെ തന്നിട്ടുണ്ട്. ഇവരുടെയൊക്കെ ബോണ്ട് ഓർഡർ പെട്ടെന്നൊന്ന് പറഞ്ഞേ. വാട്ട് ഈസ് ബോണ്ട് ഓർഡർ? ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ രണ്ട് ആറ്റങ്ങൾക്കിടയിലുള്ള ബോണ്ടുകളുടെ എണ്ണമാണ് ബോണ്ട് ഓർഡർ. അപ്പോൾ എക്കും ഇടയിൽ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ബോണ്ട് ഓർഡർ ഈസ് ഈക്വൽ ടു 1. ബിക്കും ഇടയിൽ ഡബിൾ ബോണ്ട് ആണെങ്കിൽ ബോണ്ട് ഓർഡർ ഈസ് ഈക്വൽ ടു 2. സിക്കും ഇടയിൽ ട്രിപ്പിൾ ബോണ്ട് ആണ്, സോ ബോണ്ട് ഓർഡർ ഈസ് ഈക്വൽ ടു 3. ക്ലിയർ അല്ലേടാ? അപ്പോൾ ബോണ്ട് ഓർഡർ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് ബോണ്ട്സ് ഇൻ ബിറ്റ്വീൻ ടു ആറ്റം. സോ അടുത്തത് നമ്മൾക്ക് ബോണ്ട് ലെങ്ത് വിളിക്കാം. ബോണ്ട് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ആറ്റങ്ങൾ തമ്മിൽ ഒരു കെമിക്കൽ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ആ ആറ്റങ്ങളുടെ ന്യൂക്ലിയസുകൾ തമ്മിലുള്ള അകലമാണ് ബോണ്ട് ലെങ്ത്. ഹലോ, ആ ആറ്റങ്ങളുടെ സർഫസുകൾ തമ്മിലല്ല, ന്യൂക്ലിയസുകൾ തമ്മിലുള്ള അകലമാണ് ബോണ്ട് ലെങ്ത്. ഈ ബോണ്ട് ലെങ്ത്തും ബോണ്ട് ഓർഡറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നത് മറക്കാതിരിക്കുക. ഒരാൾക്ക് ബോണ്ട് ഓർഡർ കൂടുതലാണ് എങ്കിൽ ബോണ്ട് ലെങ്ത് കുറവായിരിക്കും. ഒരാൾക്ക് ബോണ്ട് ഓർഡർ കുറവാണോ ബോണ്ട് ലെങ്ത് കൂടുതലായിരിക്കും. ആൻഡ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ആളാണടാ ബോണ്ട് ഡിസോസിയേഷൻ എനർജി. ബോണ്ട് ഡിസോസിയേഷൻ എനർജി, ബോണ്ട് പൊട്ടിക്കാൻ ആവശ്യമായ എനർജി. ഈ ബോണ്ട് പൊട്ടിക്കാൻ ആവശ്യമായ എനർജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആക്ച്വലി ആ ബോണ്ടിൻ്റെ സ്ട്രെങ്ത്തിനെ അല്ലടാ അത് ഇൻഡിക്കേറ്റ് ചെയ്യണേ. ഒരാൾ നല്ല സ്ട്രോങ് ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് പൊട്ടിക്കാൻ കൂടുതൽ എമൗണ്ട് ഓഫ് എനർജി ആവശ്യം വരും. ഒരാൾ വീക്ക് ബോണ്ടാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലോ ആ ബോണ്ട് പൊട്ടിക്കാൻ അത്രമാത്രം എനർജി ആവശ്യം വരില്ല. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ബോണ്ട് ഡിസോസിയേഷൻ എനർജി എന്ന് പറയുന്നത് ബോണ്ട് ഓർഡറിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ഒരു ബോണ്ടാണെങ്കിൽ പൊട്ടിക്കാൻ എത്ര എമൗണ്ട് ഓഫ് എനർജി ആവശ്യമാണോ അത്രയല്ലല്ലോ എന്തായാലും രണ്ട് ബോണ്ട് ഉണ്ടെങ്കിൽ പൊട്ടിക്കാൻ ആവശ്യമാവുക. ബോണ്ട് ഓർഡർ കൂടുന്നതിനനുസരിച്ച് അവർ തമ്മിലുള്ള ബോണ്ട് അത്രയും സ്ട്രോങ് ആണെന്നല്ലേ നമുക്ക് മനസ്സിലാവുക. അതിനനുസരിച്ച് ബോണ്ട് ഡിസോസിയേഷൻ എനർജിയും കൂടും എന്നതാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അഡീഷണലി ഒരു എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാനൊരു കാര്യം പറയുകയാണ്. എമംഗ് ഓൾ സിംഗിൾ ബോണ്ട്സ്, എല്ലാ സിംഗിൾ ബോണ്ടുകളെയും പരിഗണിച്ചാൽ അതിലേറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സിംഗിൾ ബോണ്ട് ഏതാണെന്ന് അറിയോടാ? ഒരു ഹൈഡ്രജൻ ആറ്റം മറ്റൊരു ഹൈഡ്രജൻ ആറ്റവുമായിട്ട് ഉണ്ടാക്കുന്ന ബോണ്ടാണ് സ്ട്രോങ്ങസ്റ്റ് സിംഗിൾ ബോണ്ട്. ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വെച്ച് കമ്പയർ ചെയ്യരുത്. ഇതിനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടുകൾ വേറെ ഉണ്ടാകും. പക്ഷേ സിംഗിൾ ബോണ്ട്, ലോകത്തുള്ള എല്ലാ സിംഗിൾ ബോണ്ടുകളെയും കൺസിഡർ ചെയ്യുമ്പോൾ അതിലേറ്റവും സ്ട്രോങ്ങസ്റ്റ് ബോണ്ട് എന്ന് പറയുന്നത് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന് മറ്റൊരു ഹൈഡ്രജൻ ആറ്റത്തോടുള്ള ബോണ്ടാണ് സ്ട്രോങ്ങസ്റ്റ് സിംഗിൾ ബോണ്ട് എന്ന് പറയുന്നത്. എടാ മോനെ, ഇനി നമുക്കിതിൽ പഠിക്കാനുള്ളത് എന്താണെന്നറിയോ? നമുക്ക് സിഗ്മ ആൻഡ് പൈ ബോണ്ടുകളെ കുറിച്ച് സംസാരിക്കാം. സിഗ്മ ആൻഡ് പൈ ബോണ്ടുകൾ. എടാ നിങ്ങൾക്കറിയാം എന്താണ് സിഗ്മ ബോണ്ട്, എന്താണ് പൈ ബോണ്ട് എന്നൊക്കെ നിങ്ങൾക്കറിയാം. ഒരു രണ്ട് ആറ്റങ്ങൾക്കിടയിൽ ഒരു ബോണ്ട് മാത്രമാണെങ്കിൽ ആ ബോണ്ട് എന്തായാലും സിഗ്മ ബോണ്ടായിരിക്കും. എഴുതി വെക്ക്. രണ്ട് ആറ്റങ്ങളുണ്ട്, രണ്ട് ആറ്റങ്ങൾ എ എന്ന് പറയുന്ന രണ്ട് ആറ്റങ്ങളുണ്ട്. അവർക്കിടയിൽ രണ്ട് ബോണ്ട് ഉണ്ടെങ്കിലോ അതിലൊരാൾ സിഗ്മയായിരിക്കും, മറ്റേ ആൾ പൈ ആയിരിക്കും. അങ്ങനെയല്ലേ നമ്മൾ പറയാം. വിച്ച് മീൻസ് ഒരാൾ മാത്രമാണെങ്കിൽ സിംഗിൾ ബോണ്ട് അത് സിഗ്മ ബോണ്ടേ ആവുള്ളൂ. പൈ ബോണ്ട് വരണമെങ്കിൽ നിർബന്ധമായും ആദ്യം ഒരു സിംഗിൾ ബോണ്ട് ഉണ്ടായിരിക്കണം. ഒരു സിംഗിൾ ബോണ്ട് ഇല്ലാതെ ഒരു പൈ ബോണ്ട് ഫോർമേഷൻ നടക്കില്ല. ഇനി അടുത്തത് എ എന്ന് പറയുന്ന രണ്ട് ആറ്റങ്ങൾക്കിടയിൽ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ആ ബോണ്ടുകൾ സിഗ്മയാണോ പൈ ആണോ എന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ. അതിലൊരു സിഗ്മ ബോണ്ട് ഉണ്ടാകും, രണ്ട് പൈ ബോണ്ടുകളും ഉണ്ടാകും. രണ്ട് പൈ ബോണ്ടുകളും ഉണ്ടാകും. ഇനി ഒരുപാട് കോമ്പൗണ്ടുകളിൽ എത്ര സിഗ്മ ഉണ്ട് എത്ര പൈ ഉണ്ട് എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അത് നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. എടാ മോനെ, ഇതിന് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സെപ്ഷൻസ് നോട്ട് ചെയ്ത് വെച്ചോ. എക്സെപ്ഷൻസ് ആണ്. ഒന്ന് B2 എന്ന് പറയുന്നൊരു മോളിക്യൂളും മറ്റൊന്ന് C2 എന്ന് പറയുന്നൊരു മോളിക്യൂളും. എടാ ഒരു ബോറോണിനും മറ്റൊരു ബോറോണിനും ഇടയിൽ സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. നമ്മൾ പഠിച്ച അറിവ് പ്രകാരം ഈ സിംഗിൾ ബോണ്ട് സിഗ്മയല്ലേ ആവേണ്ടത്. പക്ഷേ എക്സെപ്ഷണലി ദിസ് ബോണ്ട് ഈസ് പൈ ബോണ്ട്. അപ്പോൾ ഒരു ബോണ്ട് മാത്രം വന്ന് പൈ ആകുന്ന കേസ് ഉണ്ടോ? ഉണ്ട്. എവിടെയാണത്? B2 എന്ന് പറയുന്ന മോളിക്യൂളിൽ. എന്ന പോലെ മറ്റൊരു മോളിക്യൂളാണ് C2. ഒരു കാർബണിനും മറ്റൊരു കാർബണിനും ഇടയിൽ രണ്ട് ബോണ്ടാണുള്ളത്. നമ്മൾ പഠിച്ച അറിവ് പ്രകാരം ആ രണ്ട് ബോണ്ടും ഒന്ന് സിഗ്മയും ഒന്ന് പൈയും അല്ലേ ആവേണ്ടത്. പക്ഷെ പഠിച്ചു വെച്ചോ, ഇത് രണ്ടും പൈ ബോണ്ടാണ്.
അപ്പോൾ 2 എക്സെപ്ഷൻ കിട്ടിയില്ലേടാ. അപ്പോൾ ഒരു ബോണ്ട് മാത്രം വന്നിട്ടും പൈ ആയതും 2 ബോണ്ടുകളും സിഗ്മ ബോണ്ട് ഇല്ലാതെ 2 ബോണ്ട് പൈ ആയതുമായ 2 കേസ് ഞാൻ പഠിപ്പിച്ചു. ഈ രണ്ടും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെച്ചോളൂ. ഇതിൻ്റെ കൂടെ സിഗ്മ ബോണ്ടിൻ്റെയും പൈ ബോണ്ടിൻ്റെയും ഫോർമേഷൻ കൂടി അറിയണം. എടാ സിഗ്മ ബോണ്ട് എപ്പോഴാണ് ഉണ്ടാവുക, പൈ ബോണ്ട് എപ്പോഴാണ് ഉണ്ടാവുക, ഓർത്ത് വെച്ചോളണേ. എടാ ഒരു എസ് ഓർബിറ്റലും ഒരു പി ഓർബിറ്റലും തമ്മിൽ എപ്പോൾ ബോണ്ട് ഉണ്ടായാലും അത് സിഗ്മ ബോണ്ട് ആയിരിക്കും. ഓർത്ത് വെക്കണേ, ഒരു എസ് ഓർബിറ്റലും ഒരു പി ഓർബിറ്റലും തമ്മിൽ നമുക്ക് ഇങ്ങനെ പഠിക്കാം. ആദ്യം ഞാൻ അതിനൊരു ചെറിയ മാറ്റം വരുത്തുന്നു. ഒരു എസ് ഓർബിറ്റലും മറ്റൊരു എസ് ഓർബിറ്റലും തമ്മിലും, ഒരു എസ് ഓർബിറ്റലും ഒരു പി ഓർബിറ്റലും തമ്മിലും എപ്പോഴും സിംഗിൾ ബോണ്ട് ആയിരിക്കും. ഐ മീൻ സിഗ്മ ബോണ്ട് ആയിരിക്കും. ഒന്ന് പഠിച്ചേ, ഒരു എസ് ഓർബിറ്റലും മറ്റൊരു എസ് ഓർബിറ്റലും തമ്മിലുള്ള ഓവർലാപ്പിംഗ്, അതുപോലെ ഒരു എസ് ഓർബിറ്റലും ഒരു പി ഓർബിറ്റലും തമ്മിലുള്ള ഓവർലാപ്പിങ്ങും ഓൾവേസ് സിഗ്മ ആയിരിക്കും. ഒരു പി ഓർബിറ്റലും മറ്റൊരു പി ഓർബിറ്റലും തമ്മിലുള്ള ഓവർലാപ്പിംഗ് സിഗ്മ ആവാം, പൈ ആവാം. സിഗ്മ ആവണമെങ്കിൽ ഈ ഓവർലാപ്പിംഗ് ആക്സിയൽ ആയിരിക്കണം. ഓർത്ത് വെച്ചോ, ഏതാടാ, ആക്സിയൽ ഓവർലാപ്പിംഗ് ആയിരിക്കണം. അപ്പോൾ ഒരു പി ഓർബിറ്റിൽ മറ്റൊരു പി ഓർബിറ്റിൽ ആക്സിയലി ഓവർലാപ്പ് ചെയ്യുകയാണെങ്കിൽ അതേതാണ്, സിഗ്മ ബോണ്ടാണ്. പെർപെൻഡിക്കുലർ ഓർ ലാറ്ററൽ ആണെങ്കിൽ പൈ ബോണ്ടാണ്. അപ്പോൾ പൈ ബോണ്ടിലുള്ള ഫോർമേഷൻ ഞാൻ കാണിച്ചുതരാം. ഒരു പി ഓർബിറ്റിലും മറ്റൊരു പി ഓർബിറ്റിലും തമ്മിൽ എങ്ങനെ ലാറ്ററൽ ഓവർലാപ്പിംഗ് വന്നാൽ, ലാറ്ററൽ ഓർ പെർപെൻഡിക്കുലർ ഓവർലാപ്പിംഗ് വന്നാൽ ദാറ്റ് ഈസ് പൈ ബോണ്ടായിരിക്കും. ഒരു പി ഓർബിറ്റലും മറ്റൊരു ഡി ഓർബിറ്റലും തമ്മിലും, ഒരു ഡി ഓർബിറ്റലും മറ്റൊരു ഡി ഓർബിറ്റലും തമ്മിലും എപ്പോഴും പൈ ആയിരിക്കും. അപ്പോൾ നിങ്ങളിതൊന്ന് പഠിച്ചു വെച്ച് സിഗ്മ ബോണ്ട് ഉണ്ടാകുന്നത് ഒരു എസ്സും ഒരു എസ്സും, ഒരു എസ്സും ഒരു പിയും ഓൾവേസ് ഏതാണ്, സിഗ്മ ബോണ്ടാണ്. ഒരു പിയും ഡിയും ഒരു ഡിയും ഡിയും ഓൾവേസ് പൈ ആണ്. സിഗ്മയും പൈയും വരാൻ ചാൻസ് ഉള്ളത് പി പി ഓവർലാപ്പിംഗ് ആണ്. പി പി ഓവർലാപ്പിംഗ് തന്നെ ആക്സിയൽ ആണെങ്കിൽ അത് സിഗ്മ ബോണ്ടും, പെർപെൻഡിക്കുലർ ആണെങ്കിൽ അത് പൈ ബോണ്ടുമാണ്. നിങ്ങൾ എന്ത് പറയുന്നു, സിഗ്മ ബോണ്ടാണോ പൈ ബോണ്ടാണോ സ്ട്രോങ്ങർ? ഓർത്ത് വെച്ചേ, സിഗ്മ ബോണ്ടാണോ പൈ ബോണ്ടാണോ സ്ട്രോങ്ങർ? ഓൾവേസ് സിഗ്മ ബോണ്ട് ഈസ് സ്ട്രോങ്ങർ ദാൻ പൈ ബോണ്ട്. പഠിച്ചു വെച്ചോ, ഓൾവേസ് സിഗ്മ ബോണ്ട് ഈസ് സ്ട്രോങ്ങർ ദാൻ പൈ ബോണ്ട്. ഇതും ഈ കൂട്ടത്തിൽ നിങ്ങളൊന്ന് ഓർത്തു വെക്കാനുള്ള കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഇതിൽ എക്സ്ട്രാ നിങ്ങൾ പഠിക്കാനുള്ള 3 വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ആ 3 വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ടും കാണണം. ഇതുവരെ നിങ്ങൾ കണ്ടതിനേക്കാൾ കൂടുതൽ സമയം നിങ്ങൾ ചിലവാക്കേണ്ടത് ഇനിയുള്ള 3 കാര്യങ്ങളിലാണ്. അതിലൊന്നാണ് ഫജാൻസ് റൂൾ. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാം കൃത്യമായിട്ടുള്ള ടെലഗ്രാം ഗ്രൂപ്പിലുണ്ട്. കൃത്യമായിട്ടുള്ള വീഡിയോസ് തന്നെ നിങ്ങൾക്ക് 1, 2, 3 എന്ന് പാർട്ടായിട്ട് നിങ്ങൾക്ക് തരും. ഒന്നാമത്തത് ഫജാൻസ് റൂൾ നിങ്ങൾ കാണണം. 2 VSEPR തിയറി അറിയണം, VSEPR തിയറി. 3 മോളിക്കുലാർ ഓർബിറ്റൽ തിയറി അറിയണം. 3 ഞാൻ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവർക്ക് നമ്മൾ കൃത്യമായിട്ട് ആ വീഡിയോസിൻ്റെ ലിങ്ക് ഡയറക്റ്റ് ആയിട്ട് അയച്ചു തരുന്നുമുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രമേ ഇനിയുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നിങ്ങൾ കാണാവൂ. അപ്പോൾ ഇനി ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. ഓരോ മോളിക്യൂൾസും ഓരോ ക്വസ്റ്റ്യൻസും വരുന്ന സമയത്ത് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ ആ ക്വസ്റ്റ്യനിൽ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിർബന്ധമായും ഈ 3 വീഡിയോ നിങ്ങൾ കാണണേ. അതിപ്പോൾ ഒരു 1 ഷോട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. കെമിക്കൽ ബോണ്ടിങ്ങിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മാർക്ക് പോകില്ല എന്ന് ഞാൻ എഴുതി ഒപ്പിട്ട് തരും. പക്ഷേ നിങ്ങൾ ആ 3 വീഡിയോ ഒന്ന് കാണണം. അതിനപ്പുറത്തേക്ക് നീറ്റിനാണെങ്കിലും കീമിനാണെങ്കിലും കെമിക്കൽ ബോണ്ടിങ്ങിൽ ക്വസ്റ്റ്യൻ ഇല്ല. നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഏതായാലും ഐശ്വര്യമായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കുകയാണ്. ഫസ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് മോളിക്യൂൾ ഡീവിയേറ്റ് ഫ്രം ഒക്ടറ്റ് റൂൾ വിത്ത് റെസ്പെക്ട് ടു സെൻട്രൽ ആറ്റം? PCl3 നമ്മൾ പഠിച്ച ലിസ്റ്റിലില്ല, NH3 ഇല്ല, H2S ഇല്ല, XCF4 ഉണ്ട്. ഞാൻ പഠിപ്പിച്ചല്ലടാ, ഒരു നോബിൾ ഗ്യാസ് ഒരു മോളിക്യൂളുമായിട്ട് നോബിൾ ഗ്യാസ് ഒരു മോളിക്യൂൾ ഫോർമേഷനിൽ പങ്കെടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് എക്സ്പാൻഡഡ് ഒക്ടറ്റ്. അതൊരു ലിമിറ്റേഷൻ ഓഫ് ഒക്ടറ്റ് റൂളാണ്, ഡ്രോബാക്ക് ഓഫ് ഒക്ടറ്റ് റൂളാണ്. എക്സ്പാൻഡഡ് ഒക്ടറ്റ് കാണിക്കുന്നത് ആര്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. PCl5 ഞാൻ നിങ്ങൾക്ക് തന്ന ഓപ്ഷനിലുള്ളതാണ്. ഹൗ മെനി നമ്പേഴ്സ് ഓഫ് സ്പീഷീസ് ആർ ഹൈപ്പോവാലന്റ്? ഹൈപ്പോവാലൻ്റ് ആരാണെന്ന് ഞാൻ പഠിപ്പിച്ചില്ലടാ. എക്സ്പാൻഡഡ് ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ്. BeCl2 അതിലുണ്ട്, BCl3 ഉണ്ട്, CCl4 PCl3 O2 H2 ഒന്നും ഇല്ല. സോ ദി ആൻസർ 2 എണ്ണമാണ് ഇതുള്ളതിൽ. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 1. ക്ലിയർ അല്ലേടാ? The electronegativities of 2 elements are 0.7 and 3. Bond formed between them would be. എടാ ഇത് ആക്ച്വലി കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് എന്ന ചാപ്റ്ററിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 2 ആളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി തന്നാൽ ആ 2 ഇലക്ട്രോനെഗറ്റിവിറ്റികൾ തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. 3ഉം 0.7ഉം തമ്മിലുള്ള ഡിഫറൻസ് 2.1 അല്ലേടാ? ശരിയല്ലേ? ആ വാല്യൂ ഗ്രേറ്റർ ദാൻ 1.7 ആണെങ്കിൽ അയാൾ അയോണിക് ബോണ്ടും ആ വാല്യൂ ലെസ് ദാൻ 1.7 ആണെങ്കിൽ അയാൾ കോവാലന്റ് ബോണ്ടുമാണെന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻസിൽ. സോ 2.1 ഈസ് ഗ്രേറ്റർ ദാൻ 1.7. സോ ദി ബോണ്ട് ഫോംഡ് ഇൻ ബിറ്റ്വീൻ ദീസ് 2 എലമെൻറ്റ്സ് ഈസ് അയോണിക്.
ക്ലിയർ അല്ലേടാ? അയണിക് ബോണ്ടാണ് ഉണ്ടാവുക. നമ്പർ ഓഫ് സിഗ്മ ബോൺസ് ഇൻ ബെൻസീൻ. എടാ ബെൻസീനിനെ അറിയാമോ നിങ്ങൾക്ക്? ഇങ്ങനെയല്ലേടാ ബെൻസീൻ റിംഗ് വരക്കുക. അപ്പോൾ ബെൻസീൻ റിംഗിൽ ഇവിടെ ഒരു ഡബിൾ ബോണ്ട്, ഇവിടെ ഒരു ഡബിൾ ബോണ്ട്, ഇവിടെ ഒരു ഡബിൾ ബോണ്ട്. ആക്ച്വലി നമ്മൾ ബെൻസീൻ റിംഗിനെ ഇങ്ങനെ എഴുതി ശീലിച്ചെങ്കിലും ശരിക്കും ബെൻസീനിൻ്റെ ഫോർമുല C6H6 എന്നാ, വിച്ച് മീൻസ് ഓരോ കാർബണിലും ഇനി ഓരോ ഹൈഡ്രജൻ കൂടി ഉണ്ട്. കുറേ പേര് ആ ഹൈഡ്രജൻ്റെ കാര്യം മറന്നുപോകും, അങ്ങനെ നിങ്ങളുടെ ആൻസർ തെറ്റിപ്പോകും. അപ്പോൾ നിങ്ങൾ ഇതിലുള്ള സിഗ്മ ബോണ്ടുകളൊക്കെ ഒന്ന് പറഞ്ഞേ. ഈ ബോണ്ട് ഒരു സിംഗിൾ ബോണ്ട് അല്ലേ, അപ്പോൾ അത് സിഗ്മ. ഈ ഹൈഡ്രജനിലേക്കുള്ള ബോണ്ട് സിഗ്മ. ഡബിൾ ബോണ്ടിൽ ഒരു ബോണ്ട് സിഗ്മ. ശരിയല്ലേടാ? അപ്പോൾ ഇത് സിഗ്മ, 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 ഇത് സിഗ്മ. ശരിയല്ലേ? ഇത്രയും സിഗ്മ ബോണ്ട് ഉണ്ട്. അപ്പോൾ എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12. ഇതായാളും ടോട്ടൽ 12 സിഗ്മ ബോണ്ട് ഉണ്ട്. 3 പൈ ബോണ്ടാണ് ഉള്ളത്. 12:3 ഇതിൻ്റെ റേഷ്യോ, ഒന്ന് ഓർത്ത് വെച്ചോ. അപ്പോൾ എങ്ങനെയാണ് സിഗ്മ ബോണ്ട് പൈ ബോണ്ട് കാണാമെന്നൊക്കെ നിങ്ങൾക്കറിയാലോ. ഇവിടെ ആരെ ചോദിച്ചത് സിഗ്മ ബോണ്ട് എത്ര ഉണ്ടെന്ന് ചോദിച്ചത്? 12. സോ ദി ആൻസർ 3 എന്ന് വരും. ഈ ഹൈഡ്രജൻ ഇടാൻ മറന്ന ആൾക്കാർക്ക് 6 കിട്ടുള്ളൂ കേട്ടോ. ഓപ്ഷൻ 2 ഉണ്ട് 6. ചാടിക്കേറി കുത്തും, ഇത് ശരിയാണെന്ന് മനസ്സിൽ ഉറപ്പിക്കും ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു അപകടം. നിങ്ങൾക്ക് ഏത് ആൻസർ തെറ്റായി കിട്ടിയാലും അത് ഓപ്ഷനിലുണ്ടാവും. അപ്പോൾ നമ്മളാണെങ്കിലോ ആ ഒരു ഉത്തരം കിട്ടിയ ഒരു സന്തോഷത്തിൽ വേഗം പോയിട്ട് വേറെ ഒന്നും ആലോചിക്കാതെ പോയി കുത്തുകയും ചെയ്യും. അതുകൊണ്ട് മക്കളെ നല്ലോണം തല ഉള്ളത് ഉപയോഗിച്ചിട്ടൊക്കെ ആൻസർ കാണും. ഓഫ് ദി 3 മോളിക്യൂൾസ് XeF4, SF4, SiF4, ഈ 3 എണ്ണത്തിൽ ആരാണ് ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ ഉള്ളത്? മുന്നേ VSCPR തിയറിയാണ്. വീഡിയോ കണ്ടിട്ടല്ലാതെ ക്ലാസ് കണ്ടിട്ട് കാര്യമില്ലെന്ന് ഞാൻ പലവരും നിന്നോട് ഓർമ്മിപ്പിച്ചതാണ്. ഇനി ഞാൻ എൻ്റെ സമാധാനത്തിന് ഇതൊന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. സിഗ്മ ബോണ്ട് പെയറിൻ്റെ എണ്ണം എങ്ങനെ കാണാമെന്ന് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. 4 ആണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. ലോൺ പെയറിൻ്റെ എണ്ണം ഇയാളുടെ വാലൻസ് ഇലക്ട്രോൺ 8, 8ൽ നിന്ന് 4 പോയാൽ ബാക്കി 4, 4/2, 2 എന്ന് വരും. ലോൺ പെയർ 2. 4, 2 കോമ്പിനേഷൻ വന്നാൽ അതേതാടാ? സ്ക്വയർ പ്ലനാർ ആണ് അതിൻ്റെ ഷേപ്പ് എന്നുള്ളത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. SF4 ആണെങ്കിലും 4, 1 എന്നാണ് ആൻസർ വരിക. സോ ദാറ്റ് ഈസ് 4, 1 എന്ന് വന്നാൽ സീസോ ആണ് ഷേപ്പ് വരിക. സീസോ ഷേപ്പ്. SiF4 ആണെങ്കിൽ 4, 0 എന്ന് വരും. ദാറ്റ് ഈസ് ടെട്രാഹീഡ്രൽ. എല്ലാം പഠിപ്പിച്ചതാണ് ടെട്രാഹീഡ്രൽ. അപ്പോൾ ടെട്രാഹീഡ്രൽ ഷേപ്പ് വരുന്നത് SiF4 മാത്രമല്ലേടാ? സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 2. നെക്സ്റ്റ്, ഷേപ്പ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ. എടാ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിൻ്റെ ഷേപ്പ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സിഗ്മ ബോണ്ട് പെയറിൻ്റെ എണ്ണം 2 ആണെന്നും ലോൺ പെയറിൻ്റെ എണ്ണം 0 ആണെന്നും നമുക്ക് കിട്ടും. 2-0 കോമ്പിനേഷൻ വന്നാൽ ദാറ്റ് ഈസ് ലീനിയർ. ലീനിയർ എന്ന സ്ട്രക്ചർ വരുന്ന വേറെ ആരാണ് ഇതിലുള്ളത് എന്നാണ് ചോദ്യം. ഇതാ ആൻസർ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. BeF2. BeF2 നിങ്ങൾ ചെയ്ത് നോക്കൂ. സിഗ്മ ബോണ്ട് പെയറിൻ്റെ എണ്ണം 2, ലോൺ പെയറിൻ്റെ എണ്ണം 0 എന്ന് വരും. സോ ദി ആൻസർ BeF2. ബാക്കിയൊക്കെ ആംഗുലാർ ഷേപ്പ് ഉള്ളവരാണ്. അതൊക്കെ നമ്മൾ VSCPR തിയറി പ്രകാരം എല്ലാം നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുള്ളതാണ്. വീഡിയോ കാണാത്തവർക്ക് ഒരു തേങ്ങയും മനസ്സിലാവില്ലെന്ന് മാത്രമല്ല അത് മനസ്സിലാവരുതെന്ന് കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് വീഡിയോ കണ്ടിട്ടല്ലാതെ വരരുതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ച് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. റേഷ്യോ ഓഫ് സിഗ്മ ആൻഡ് പൈ ബോൺസ് ഇൻ ബെൻസീൻ നേരത്തെ ഞാൻ കണ്ടതാണ്. 12:3. ദാറ്റ് ഈസ് 4:1 എന്ന ആൻസർ വരും. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 3. 4 അല്ലേടാ? 4:1 എന്ന് പറഞ്ഞാൽ റേഷ്യോ 4. നെക്സ്റ്റ്, പൈ ബോണ്ട് ഈസ് ഫോംഡ് ബൈ ദി ഓവർലാപ്പിംഗ് ഓഫ് PP orbitals along their axis. That is correct. Sorry, that's wrong. Along their axis എന്ന് പറഞ്ഞാൽ ആക്സിയൽ ആണ്. ആക്സിയൽ ആകുമ്പോൾ സിഗ്മ ബോണ്ട് അല്ലേ ഫോം ചെയ്യുക. SP ഓർബിറ്റൽ ഒരിക്കലുമല്ല. എസും ബിയും തമ്മിൽ ഓൾവേസ് സിഗ്മ ബോണ്ടാണെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അടുത്ത ആരാടാ? PP ഓർബിറ്റൽ. PP ഓർബിറ്റൽ പെർപെൻഡിക്കുലർ ടു ദയർ ആക്സിസ്. പെർപെൻഡിക്കുലർ ടു ദയർ ആക്സിസ് എന്ന് പറഞ്ഞാൽ ലാറ്ററൽ ഓവർലാപ്പിംഗ് ആണ്. അവിടെയാണ് പൈ ബോണ്ട് ഉണ്ടാക്കുന്നത്. SS ഓവർലാപ്പിംഗ് ഒരിക്കലും പൈ ബോണ്ട് ഉണ്ടാക്കില്ല. അതെപ്പോഴും സിഗ്മ ബോണ്ട് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ എന്നും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ്? എ സിഗ്മ ബോണ്ട് ഈസ് വീക്കർ ദാൻ പൈ ബോണ്ട്. ദാറ്റ്സ് റോങ്. സിഗ്മ ബോണ്ട് അല്ലെ സ്ട്രോങ്ങർ. സിഗ്മ ബോണ്ട് ഈസ് സ്ട്രോങ്ങർ ദാൻ പൈ ബോണ്ട്. ദാറ്റ്സ് കറക്റ്റ്. ഡബിൾ ബോണ്ട് ഈസ് സ്ട്രോങ്ങർ ദാൻ സിംഗിൾ ബോണ്ട് എന്നതും ശരിയാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് ആണല്ലേ ചോദിച്ചത്? നോട്ട് കറക്റ്റ് ആണെങ്കിൽ ഓപ്ഷൻ 1 ഈസ് ദി ആൻസർ. ശരിയല്ലേ? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റാ. തെറ്റേതാണോ അതാണ് അവരുടെ ശരി. അപ്പോൾ ഇത് ശരിയാണ്. ഡബിൾ ബോണ്ട് സ്ട്രോങ് ആണെന്നുള്ളത് ശരിയാണ്. ഡബിൾ ബോണ്ട് ബിറ്റ്വീൻ 2 ആറ്റംസ് ഷോർട്ടർ ദാൻ, ഡിസ്റ്റൻസ് കുറവാണ്. ശരി തന്നെയല്ലേടാ? സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ഉള്ളതിനേക്കാൾ. കാരണം എന്താ? ബോണ്ട് ഓർഡർ കൂടി. ബോണ്ട് ഓർഡർ കൂടിയാൽ ബോണ്ട് ലെങ്ത് കുറയുമെന്ന് നേരത്തെ ഇതേ വലുപ്പത്തിൽ ഒരാൾ നേരത്തെ നിങ്ങൾക്ക് പഠിപ്പിച്ചതെന്നാണ്. ഹൈബ്രിഡ് ഓർബിറ്റൽ ഹാവിംഗ് മാക്സിമം P ക്യാരക്ടർ. വാട്ട് ഈസ് P ക്യാരക്ടർ? P ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റലിൽ എത്ര ഓർബിറ്റൽ P ആണെന്ന് കാണലാണ്. എടാ ഇവിടെ sp3d ഞാൻ കാണിച്ചു തരാം. sp3d നിങ്ങളൊന്ന് ഒറ്റയ്ക്ക് ചെയ്ത് നോക്ക്. ഇവിടെ ടോട്ടൽ എത്ര ആളുണ്ടടാ? ടോട്ടൽ ഒരു എസും 3 പിയും 1 ഡിയും. ടോട്ടൽ 5 അല്ലേ ഉള്ളത്? ആ 5 എണ്ണത്തിൽ 3 എണ്ണം അല്ലേടാ P ഉള്ളത്. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് P എന്ന് പറഞ്ഞാൽ 3/5. ടോട്ടൽ 5ൽ 3 P. പെർസെൻറ്റേജിലേക്ക് മാറ്റുമ്പോൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം.
അപ്പോൾ ഇത് 60% എന്ന ആൻസർ വരും. 5ഉം 100ഉം കട്ടായി പോയാൽ ഇവിടെ 20 20 × 3 60. അടുത്ത ആരാടാ? SP3 ആണ്. SP3 ആകുമ്പോൾ 3/4 × 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 75% എന്ന് വരും. ക്ലിയർ അല്ലേടാ? അടുത്തത് SP ആണ്. അപ്പോൾ 1/2 × 100 ദാറ്റ് ഈസ് 50% എന്ന് വരും. ഇവിടെ 1ഉം 3ഉം 4 2 6 6എണ്ണത്തിൽ 3 എണ്ണം × 100 ദാറ്റ്സ് ഓൾസോ 50% എന്ന് വരും. അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് എവിടെയെന്ന് ചോദിച്ചാൽ SP3 75% ആണ് ഈ കാണുന്നതിൽ ഏറ്റവും വലിയ വാല്യൂ. ക്ലിയർ അല്ലേടാ? പെർസെൻറ്റേജ് ഓഫ് P ക്യാരക്ടർ. ഷേപ്പ് ഓഫ് ദി മോളിക്യൂൾ ഈസ് ഡിസൈഡഡ് ബൈ സിഗ്മ ബോണ്ട് ഓൺലി. കാരണം എന്താ? ഷേപ്പ് ഡിസൈഡ് ചെയ്യാൻ നമുക്ക് 2 പേരാ വേണ്ടത്, സിഗ്മ ബോണ്ട് പെയറും ലോൺ പെയറും. VSEPR തിയറി എന്ന് നോക്കിയേ. VSEPR തിയറിയിൽ സിഗ്മ ബോണ്ടും ലോൺ പെയറിൻ്റെ എണ്ണം കിട്ടിയാൽ മതി. അവിടെ നമ്മൾ പൈ ബോണ്ടിനെ പരിഗണിക്കുന്നേ ഇല്ല. അപ്പോൾ ഒരാളുടെ മോളിക്യൂളിൻ്റെ ഷേപ്പ് തീരുമാനിക്കുന്നത് പൈ ബോണ്ടല്ല, സിഗ്മ ബോണ്ടാണ്. സിഗ്മ ബോണ്ട് എങ്ങോട്ടാണോ നിൽക്കണേ ആ ഡയറക്ഷനിലാണല്ലോ പൈ ബോണ്ട് നിൽക്കണേ. അപ്പോൾ പൈ ബോണ്ട് ഇവിടുത്തെ ഒരു മോളിക്യൂളിൻ്റെ ഷേപ്പ് തീരുമാനിക്കുന്നതിൽ ഒരു ഫാക്ടർ അല്ല. അതുകൊണ്ട് തന്നെ ഒരു മോളിക്യൂളിൻ്റെ ഷേപ്പ് ഞാൻ നിങ്ങളോട് കാണാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള 2 കാര്യം ഏതൊക്കെയാടാ? ഒന്ന് സിഗ്മ ബോണ്ടിൻ്റെ എണ്ണം, മറ്റൊന്ന് ലോൺ പെയറിൻ്റെ എണ്ണം. അപ്പോൾ സിഗ്മ ബോണ്ടും ലോൺ പെയറും തമ്മിലുള്ള എണ്ണം മാത്രമാണ് നമ്മളുടെ ഒരു മോളിക്യൂളിൻ്റെ ഷേപ്പ് ഡിറ്റർമിൻ ചെയ്യുന്നതെന്ന് ഓർത്ത് വെച്ചേക്കുക. Which one of the following is the correct set with reference to molecular formula, hybridization of central atom and shape of the molecule? വീഡിയോ പോസ് ചെയ്യുക. എല്ലാവരും VSEPR തിയറി ഒന്ന് മനസ്സിൽ ധ്യാനിച്ച് ഇതിൻ്റെ ആൻസർ ഒന്ന് കണ്ടതിന് ശേഷം മാത്രം കണ്ടിന്യൂ ചെയ്യുക. കുഞ്ഞുങ്ങളെ, കാർബൺ ഡയോക്സൈഡിൻ്റെ ഹൈബ്രിഡൈസേഷൻ SP ആണ്, അതുകൊണ്ട് ഇത് തെറ്റാണ്. BeCl2ൻ്റെ ഹൈബ്രിഡൈസേഷൻ SP ആണ്, ഷേപ്പ് ലീനിയറുമാണ്. സോ ദി ആൻസർ ഓപ്ഷൻ 3. H2Oയുടെ ഏതാണ് ചോദിച്ചത്? is the correct set അല്ലേ? H2Oയുടെ ഹൈബ്രിഡൈസേഷൻ SP2 അല്ല, SP3 ആണ്. സോ ദിസ് ഈസ് റോങ്. H2Oയുടെ ഹൈബ്രിഡൈസേഷൻ SP3 ആണ്, പക്ഷേ സ്ട്രക്ചർ ലീനിയർ അല്ല, ബെൻഡ് ആണ്. H2O SP3 ഹൈബ്രിഡൈസേഷൻ ആണ്, പക്ഷേ ബെൻഡ് ഷേപ്പ് ആണ്. സോ ഇതും തെറ്റാണ്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 3. അത് നിങ്ങൾ ചെയ്തെന്നെ നോക്കണം. ചെയ്യാൻ നിങ്ങൾക്ക് ഉള്ള മിനിമം അറിവൊക്കെ ഞാൻ അവിടെ കൈമാറിയിട്ടുണ്ട്. വാട്ട് ഈസ് ദി ഹൈബ്രിഡൈസേഷൻ സ്റ്റേറ്റ് ഓഫ് ദി സെൻട്രൽ ആറ്റം ഇൻ ദി കോൺജുഗേറ്റ് ബേസ് ഓഫ് NH4+ അയോൺ? NH4+ അയോണിൻ്റെ ഹൈബ്രിഡൈസേഷൻ അല്ല ചോദിച്ചത്. NH4+ അയോണിൻ്റെ കോൺജുഗേറ്റ് ബേസിൻ്റെ സെൻട്രൽ ആറ്റത്തിൻ്റെയാണ്. അപ്പോൾ ആദ്യം NH4+ അയോണിൻ്റെ കോൺജുഗേറ്റ് ബേസ് കാണണം. ഇക്വിലിബ്രിയം എന്ന ചാപ്റ്റർ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. കോൺജുഗേറ്റ് ബേസ് കാണാൻ ഒരു H+ റിമൂവ് ചെയ്യണം. ഒരു H+ റിമൂവ് ചെയ്താൽ ബാക്കി NH3 നല്ലട ഉണ്ടാവുള്ളൂ. ആ NH3യുടെ ഹൈബ്രിഡൈസേഷനാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടുത്തെ സിഗ്മ ബോണ്ട് പെയർ കണ്ടാൽ 3 എന്ന് വരും. ലോൺ പെയർ നിങ്ങൾ 3 എന്ന് വരും. ലോൺ പെയർ കണ്ടാൽ 5 - 3/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. 3ഉം 1ഉം കൂട്ടി നോക്കിയാൽ 4 എന്ന് വരും. 4 വന്നാൽ ഹൈബ്രിഡൈസേഷൻ SP3 എന്ന് വരും. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 2. നെക്സ്റ്റ്, ഹൈബ്രിഡൈസേഷൻ ഓഫ് ഓക്സിജൻ ആറ്റം ഇൻ H3O+. വന്നല്ലോ വനമാല. H3O+. സിഗ്മ ബോണ്ട് പെയർ ഒന്നും നോക്കണ്ട, 3 ആണ്. ലോൺ പെയർ 6 ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 1 പോയി, ബാക്കി 5. 5 - 3/2 സോ ദാറ്റ് ഈസ് 1. 3 1 വന്നാൽ സമ്മ് 4 വന്നാൽ ഹൈബ്രിഡൈസേഷൻ SP3. അപ്പോൾ VSEPR തിയറിയുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് പരിപാടി പെട്ടെന്ന് തീരും. നെക്സ്റ്റ് നോക്കിയേടാ, മോളിക്കുലാർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് H2-. എടാ H2- എന്ന് പറഞ്ഞാൽ ടോട്ടൽ 3 ഇലക്ട്രോൺസ് അല്ലേടാ വരിക? 3 ഇലക്ട്രോൺസ് അല്ലേ വരിക? കാരണം എന്താ? H2 എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ, ഒരു മൈനസ് വന്നാൽ 1 ഇലക്ട്രോൺ കൂടി എക്സ്ട്രാ. സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s1 അല്ലേ? ടോട്ടൽ 3 ഇലക്ട്രോൺസ് ഫിൽ ചെയ്യാൻ ഇത്ര പോരെ? സോ ദി ആൻസർ ഓപ്ഷൻ 3, സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s1. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് മോളിക്യൂൾ ഡസ് നോട്ട് കണ്ടെയ്ൻ അൺപെയ്ഡ് ഇലക്ട്രോൺ? എടാ അൺപെയ്ഡ് ഇലക്ട്രോൺ ഇല്ലാത്തത് ഏത് എന്ന് ചോദിച്ചാൽ ഡയാമാഗ്നറ്റിക് ഏത് എന്നല്ലേടാ ഞാൻ ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. ഡയാമാഗ്നറ്റിക് ഏത് എന്ന് കാണാൻ ഭയങ്കര സിമ്പിളാണ്. ഞാൻ നിങ്ങൾക്ക് എണ്ണം വെച്ച് കാണാനുള്ള പണി പറഞ്ഞു തന്നിട്ടുണ്ട്. O2 2- എത്ര ഇലക്ട്രോൺ ഉണ്ട്? 18 ഇലക്ട്രോണുകളുണ്ട്. N2- 15 ഇലക്ട്രോൺ ഉണ്ട്. ശരിയല്ലേടാ? N2 എന്ന് പറഞ്ഞാൽ 14, 1 ഇലക്ട്രോൺ കൂടി എക്സ്ട്രാ വന്നു, 15 ആയി. B2-ൽ 12 ഇലക്ട്രോൺ ഉണ്ട്. O2-ൽ 16 ഇലക്ട്രോൺ ഉണ്ട്. എടാ ഞാൻ ഇതിലെ പാരാമാഗ്നറ്റുകളെയും ഡയാമാഗ്നറ്റ് അടയാളപ്പെടുത്താണ്. 18 വന്നാൽ അയാൾ ഡയാണ്, ഈവൺ നമ്പറാണ്. 15 വന്നാൽ ഓഡാണ്, അയാൾ പാരയാണ്. ഓർക്കുന്നില്ലേ? അപ്പോൾ പാരാമാഗ്നറ്റിക് ആരൊക്കെയാണ്? എല്ലാ ഓഡ് നമ്പറോ. പിന്നെ 10ഉം 16ഉം. ഇവിടെ ഞാൻ എഴുതിയ സംഖ്യ മാറിപ്പോയി, 12 അല്ല, ഇവിടെ B2 എന്ന് പറഞ്ഞാൽ 10 അല്ലേ വരിക? 10ഉം 16ഉം. അപ്പോൾ ഈ 10ഉം 16 ഒക്കെ പാരയാണെന്ന് ഞാൻ അവിടെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. സോ ഡയ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 1 ഓൺലി.
എല്ലാ ഓഡ് നമ്പേഴ്സും പിന്നെ 10ഉം പിന്നെ 16ഉം ഇവർ പാരയാണ്, ബാക്കിയൊക്കെ ഡൈ ആണ് എന്നല്ലടാ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഹാസ് ദി സ്ട്രോങ് ഓ ബോണ്ട്? എടാ സ്ട്രോങ് ഓ ബോണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മാക്സിമം ബോണ്ട് ഓർഡർ ഉള്ളതായിരിക്കും എന്നാണ്. മാക്സിമം ബോണ്ട് ഓർഡർ ഉള്ളതായിരിക്കും. എടാ പെട്ടെന്നൊന്ന് പറഞ്ഞ് O2 എന്ന് പറഞ്ഞാൽ 16 ഇലക്ട്രോൺ, അതിലൊരു പ്ലസ് വന്നാൽ 15 ഇലക്ട്രോൺസ്, ശരിയല്ലേടാ? O2 മൈനസ് 17 ഇലക്ട്രോൺസ്. O2 എന്ന് പറഞ്ഞാൽ 16 ഇലക്ട്രോൺസ്, O2 2 മൈനസ് എന്ന് പറഞ്ഞാൽ 18 ഇലക്ട്രോൺസ്, ശരിയല്ലേടാ? ഇതിൽ 14ൽ നിന്ന് അകലേക്ക് പോകുന്നതിനനുസരിച്ച് ബോണ്ട് ഓർഡർ 0.5 കുറഞ്ഞു വരില്ലേ ചെയ്യുക. ഇവിടെ സ്ട്രോങ് ഓ ബോണ്ട് ഏറ്റവും കൂടുതൽ ബോണ്ട് ഓർഡർ ഉള്ളതാരെന്ന് ചോദിച്ചാൽ 14നോട് ചേർന്ന് കിടക്കുന്നതാര് എന്നാണ് ആൻസർ. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 1. 15 വരുന്ന ഒരാളുണ്ട്, ബാക്കിയൊക്കെ അതിൻ്റെ മുകളിലാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് പാരാമാഗ്നറ്റിക് വിത്ത് ബോണ്ട് ഓർഡർ 0.5? പാരാമാഗ്നറ്റിക് ആവണം, ബോണ്ട് ഓർഡർ 0.5 ആകണം. അപ്പോൾ നമുക്ക് ആദ്യം പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ നോക്കാം. F2 18 ഇലക്ട്രോൺ, അപ്പോൾ അയാൾ ഡയാമാഗ്നറ്റിക് ആണ്, കട്ടായി പോയി. N2 14 ഇലക്ട്രോൺ, അയാളും ഡയാമാഗ്നറ്റിക് ആണ്, കട്ടായി പോയി. H2 പ്ലസ് 1 ഇലക്ട്രോൺ, O2 മൈനസ് 17 ഇലക്ട്രോൺസ് അല്ലേ? അപ്പോൾ 1 ഇലക്ട്രോണും 70 ഇലക്ട്രോൺസ് ഇവർ രണ്ടുപേരും പാരാമാഗ്നറ്റിക് ആണ്. ഓക്കെ, ഇയാളും പാരയാണ്. പക്ഷെ പാരാമാഗ്നറ്റിക് ആയാൽ മാത്രം പോരാ, ബോണ്ട് ഓർഡർ 0.5 ആവണം. എടാ 17 ഇലക്ട്രോൺ ആണെങ്കിൽ 14 ആണെങ്കിൽ 3, 15 ആണെങ്കിൽ 16, 17 പഠിപ്പിച്ചതല്ലേ? ഇവിടെ 2.5, ഇവിടെ 2, ഇവിടെ 1.5. അപ്പോൾ ഇയാളുടെ ബോണ്ട് ഓർഡർ 1.5 ആണ്. അപ്പോൾ ഇയാൾ ആൻസർ അല്ല. ഇയാളുടെ ബോണ്ട് ഓർഡർ H2 പ്ലസ് 1 വന്നാൽ ബോണ്ട് ഓർഡർ പഠിപ്പിച്ചല്ലടാ. 1 വന്നാൽ 3 വന്നാൽ 5 വന്നാൽ 7 വന്നാൽ ബോണ്ട് ഓർഡർ 0.5. അതിൻ്റെ കൂടെ 2 വന്നാലും 6 വന്നാലും ബോണ്ട് ഓർഡർ 1 ഒക്കെ പഠിപ്പിച്ചതാണ്. 4 വന്നാലും പിന്നെ 8 വന്നാലും 20 വന്നാലും ബോണ്ട് ഓർഡർ 0. ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് കൈമാറിയ അറിവുകളാണ്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 2. ദി ബോണ്ട് ഓർഡർ ബിറ്റ്വീൻ ബോണ്ട് ഓർഡർ ഓഫ് O2 മൈനസ് എത്ര ഇലക്ട്രോൺ ഉണ്ട്? 17 ഇലക്ട്രോൺ ഉണ്ട്. 17 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ 1.5 എന്ന് ഞാൻ നേരത്തെ ഇപ്പോൾ കണ്ടെത്തിയിട്ടേ ഉള്ളൂ. ദിസ് ഓൾ അബൌട്ട് ദി ചാപ്റ്റർ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ. മറക്കാതെ ആ VSEPR തിയറി, മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയും ഫജാൻസ് റൂൾ ഒന്ന് ഹൃദയത്തിലാക്കി വെച്ചോ, എങ്കിൽ നീ രക്ഷപ്പെട്ടു. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.